1, 2, 3, 4. വളരെ അനുകൂലമായിട്ടുള്ള വർഷമാണ് 2020. കൊറോണ വൈറസ് ബാധ ശക്തമായ ചൈനയിൽ മരണസംഖ്യ 41. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് കേരളത്തിലാണ്. രാജ്യത്താകെ സമ്പൂർണ്ണ ലോക്ഡൌൺ തുടങ്ങി. ഉൾപ്പെടെ 59 ചൈനീസ് ആപ്പുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. വെട്ടുകിളി ഭീഷണി ഒഴിയാതെ ഉത്തരേന്ത്യ. ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞ ബുറേവിയെ തുടർന്ന് തമിഴ്നാട്ടിൽ കനത്ത മഴ, 11 പേർ മരിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കാറ്റ് നിവാർ. ഓക്സ്ഫോർഡ് വാക്സിൻ ഇന്ത്യയിലെ പരീക്ഷണവും നിർത്തിവെച്ചു എന്ന്. പബ്ജി അടക്കം 118 മൊബൈൽ ആപ്പുകൾ കൂടി കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ബ്രിട്ടനിൽ പുതിയതരം കോവിഡ് വൈറസ് അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ കേരളം സമ്പൂർണ്ണമായ അടച്ചിടലിലേക്ക് പോവുകയാണ്. അപ്പോ ചടങ്ങ് തുടങ്ങലച്ചാ. ആരാണ് പോയി നട്ടപ്പോയത്? നീ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സങ്കടമുണ്ട് എന്ന് കരുതി ഞാൻ ഇതും വിചാരിച്ചോണ്ടിരിക്കാനൊന്നും പോകുന്നില്ല. എന്നെ തേങ്ങൊരുത്തൻ ഇവിടെ തല പോലെ ഇങ്ങനെ നിക്കല്ലേ വീട്ടിൽ പോവിഞ്ഞ പുറത്ത് ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാഗിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാഗിനെ കണ്ട ഇവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. വളരെ അനുകൂലമായിട്ടുള്ള വർഷമാണ് 2020. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ദൈവോടാ നിന്നെ എനിക്ക് കാണിച്ചെന്ന്. പോകാനുള്ള സമയമെടുക്കും തോറും നെഞ്ചെടുപ്പ് കൂടി കൂടി വരിക. പോയി തരുമോ മാത? പോകണം, ഒന്ന് സമയമായി. മല്ലയാ ഞാൻ പോകണേ. ഇനി രാവണന്റെ വരവാണ്. റെഡി ബോസ്, പ്ലീസ് കം ഓൺ. നമസ്കാരം. എന്തരാണല്ലേ? പറശ്ശിനിക്കടവ് വലിയ മുത്തപ്പ സ്ഥിരം പറയാറുള്ളതേ ഇന്നും എനിക്ക് പറയാനുള്ളൂ. അങ്ങേക്ക് ബോറടിക്കൂന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാ, എനിക്ക് മരണം വരെ ദീർഘായുസ് തരണേ. 50 വയസ്സിൽ തട്ടിക്കളഞ്ഞേക്കല്ലേ. ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോ പേടി തോന്നുന്നു. അമ്മേ, അച്ഛനെന്തെങ്കിലും അസുഖം? എടാ, നിന്റെ ഭാവിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ അതാണോ? അച്ഛൻ നന്നായി ജോലി എടുത്തോളം കാലം നമ്മൾ എന്തിനാണ് അമ്മേ ഭാവിയെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്? നമ്മൾ വിഷമിച്ച അത് അച്ഛൻ എന്തുമാത്രം വിഷമായിരിക്കും. സാറേ, എസ് ഐ സാറേ, ഈ പൊട്ടന് ചെവി കേൾക്കാൻ പാടില്ല. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു. ബ്രിട്ടനിൽ അതിവേഗം പടരുന്ന കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതോടെയാണ് മുൻകരുതൽ നടപടി. ഞാൻ വീഴുവേൻ എന്ന് നിனைத்தாயோ? എന്നെ ആരാലും അഴിക്കാൻ മുടിയായി പോയി കാര്യങ്ങൾ കംപ്ലീറ്റ് കഴിയുന്നു പോയി. നമ്മൾ പെട്ടളിയാ. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അയ്യോ, എന്താണ്ട് മറന്നല്ല.
കിട്ടി